ഡോക്ടർ മോഹൻ റോയ്, ഇത്രയധികം നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയധികം മോശമായ ഒരു ഉദാഹരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നതുപോലും വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇത്ര അളവിൽ ഒരു പെൺകുട്ടി പെയിൻ എടുത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഇനി ഒരു കുഞ്ഞിന് ഇതുണ്ടാവരുത് എന്ന് പറഞ്ഞ് വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്നുള്ളതും ഏറെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് എൻ രാജീവ് പറയുന്നു കേട്ടോ, ആ കുട്ടി തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് തുറന്നു പറഞ്ഞ സംഭവ വികാസമായതുകൊണ്ട് അവരുടെ ഒരു മാനസിക നില കുറച്ചുകൂടി ആരോഗ്യകരമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ മാനസിക നിലയിലേക്ക് ആ കുഞ്ഞ് എത്താൻ വേണ്ടി എത്ര കാലയളവ് എടുത്തിട്ടുണ്ടായിരിക്കും? ഒരു മനുഷ്യനോട് പറയാൻ കഴിയാതെ ഇത് മുഴുവൻ ഇതിപ്പോൾ എത്രമേൽ സ്വയം യുദ്ധം ചെയ്തിട്ടായിരിക്കും ഇത് തുറന്നു പറയാനുള്ളൊരു ശേഷി എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ കാലയളവ് നേരത്തെ അഡ്വക്കേറ്റ് എൻ രാജീവ് പറഞ്ഞതുപോലെ എത്ര കാലം അവരെ ഇനി വേട്ടയാടും? ഈ കാലയളവ് യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ ആ പെൺകുട്ടി ആ ശക്തി നേടിയെടുത്തു എന്നുള്ളത്, ശക്തി നമുക്ക് പല രീതിയിൽ കിട്ടാം. അതായത് ഒരാൾ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ എൻ്റെ പെട്ടെന്നുള്ളൊരു റിഫ്ലക്സ് ആക്ഷനായി, എൻ്റെ നേരെ ഒരു വസ്തു ഇപ്പോൾ എവിടെന്നെങ്കിലും എറിയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് മാറാം. അത് റിഫ്ലക്സായി സംഭവിക്കുന്നതാണ്. അത് റിഫ്ലക്സായി സംഭവിക്കുക ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു റിഫ്ലക്സ് ഉണ്ട്. ഒരു കൃത്യമായ ആക്രമണം വന്നാൽ അത് ഏത് ദിശയിൽ നിന്നാണെങ്കിലും എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു കഴിവുണ്ടാവും. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ചില ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസുകളിൽ, ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമം നേരിടുന്നവരുടെ കേസുകളിലൊക്കെ കാണുന്ന ഒരു ശക്തി അഥവാ കറേജ് എന്ന് പറയുന്നത്, ഇത് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്കറിയാമല്ലോ, നമുക്ക് ചില തീവ്ര വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇത് കാണുന്നവർക്കൊക്കെ തന്നെ ചിലപ്പോൾ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവർക്കത് അറിയാൻ സാധിക്കും. അവർക്കൊരു നമ്പനെസ്, അതായത് അവരൊരു നമ്പായിരിക്കുന്നത്, അവർക്ക് വേദനയില്ല, തീവ്ര ദുഃഖ. നിങ്ങൾ കരയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കരയുന്നത് യഥാർത്ഥത്തിൽ മനഃശാസ്ത്രപരമായി നോക്കിയ ഒരു നല്ല കാര്യമാണ്. നിങ്ങൾ കരയാത്തവരുടെ ദുഃഖം അറിഞ്ഞിട്ടുണ്ടോ? അതായത് കരയാൻ പോലുമുള്ള ഊർജമില്ലാത്തവരുടെ, കരയാൻ പോലും സാധിക്കാത്തവരുടെ, കണ്ണീർ വറ്റിയവരുടെ ദുഃഖം നമ്മൾ കാണുന്നുണ്ടോ? അവരുടെ ദുഃഖം യഥാർത്ഥത്തിൽ നമുക്ക് കരയുന്നവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവന് ദുഃഖമുണ്ടെന്ന് അറിയാൻ പറ്റും, അവന് വിഷമുണ്ടെന്ന് അറിയാൻ പറ്റും. ഈ കരയാൻ പോലും വയ്യാത്തവൻ്റെ ആ നമ്പനസിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. അതായത് അവനിനിയൊന്നും നഷ്ടപ്പെടാനില്ല എന്ന ബോധ്യത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. അപ്പോൾ അത്തരം ധൈര്യത്തിൽ നിന്നും നിങ്ങൾ ചെയ്ത ഒരു കാര്യം ആ വ്യക്തി പൂർണ്ണമായിട്ടും സ്വാഭാവിക അവസ്ഥയിലേക്കായി എന്നായി നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്ക് ശാസ്ത്രീയമായ എൻ്റെ സംശയങ്ങളുണ്ട്. ആ അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തി. നോക്കൂ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സ്റ്റേറ്റ് ഈസ് ദ പേരൻറ്റ്, സംവിധാനമാണ് പേരൻറ്റ്. എൻ്റെ സ്ഥലത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ് എൻ്റെ പേരൻറ്റ്. സംവിധാനം അതിലൂടെയാണ് എന്നിലേക്ക് എത്തേണ്ടത്. അവിടുത്തെ അശരണരെ, ആലംബഹീനരെ, സ്ത്രീകളെ, മുതിർന്നവരെ, കുട്ടികളെ അവരെ നോക്കേണ്ട സംവിധാനങ്ങളാണിത്. ഈ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ എംപവർ ചെയ്യുന്നതിൽ എന്ത് പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ? ഒരു 13, 14, 15 ഏത് പ്രായത്തിലുമാകട്ടെ, കുട്ടിക്ക് ഈ ഒരു കാര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും പേരുടെ ഒറ്റതിരിഞ്ഞും സംഘടിതവുമായ ആക്രമണം ആ കുട്ടി നേരിട്ടപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടി നിശബ്ദമാക്കപ്പെട്ടത്, അല്ലെങ്കിൽ നിശബ്ദയായിരിക്കാൻ അവൾ തീരുമാനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവൾ നിശബ്ദയായിരിക്കാൻ അവളുടെ പുറകിൽ എന്തൊക്കെ പ്രയോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാം ഇതിൽ അറിയേണ്ടത്. അല്ലാതെ നമ്മളിത് സംഭവിച്ചു കഴിയുമ്പോൾ തുറന്നു പറഞ്ഞു എന്നത് ആ കുട്ടിയിലേക്ക് ഇപ്പോഴും ഞാൻ പറയട്ടെ, നമ്മുടെ സംവിധാനങ്ങൾ ആ കുട്ടിയിലേക്കാണ് എത്തിയത്. അതുകൊണ്ടാണ് ഈ വിഷയം മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു രീതിയിലല്ല കാര്യങ്ങൾ പോകേണ്ടത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ ചർച്ച കഴിഞ്ഞ് നമ്മൾ റോഡിലേക്ക്, നമ്മൾ ഈ പാനലിസ്റ്റുകളെല്ലാം തന്നെ റോഡിലേക്ക് ഇറങ്ങുകയാണെന്ന് വയ്ക്കൂ, ഒരു അപകടം നടക്കുന്നു, ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു, നമുക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, അവിടെ ഉള്ളവർക്ക് അറിയാമല്ലോ. നമുക്കറിയാവുന്നിടത്താണ് ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു കുറ്റകൃത്യം എനിക്കെതിരെ ചെയ്താൽ, ഒരു കൃത്യം സമൂഹത്തിൽ ഉള്ളതായി എനിക്ക് സംശയിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ 64 പേരുടെ കഥ പറയുന്നുണ്ടല്ലോ, ഈ 64 പേര് കേസിൻ്റെ വിവിധ വശങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർ, ഈ 64 പേരിൽ ചിലവരെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വന്ന്, കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ചിലവരതിൽ നിന്നും വന്ന് പിൻവാങ്ങിയിട്ടുള്ളവരുണ്ടാവും. എല്ലാ ഇത്തരം കേസുകളിലും അങ്ങനെയുള്ളവരെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ആ പിൻവാങ്ങിയവർക്ക് പോലും ഈ നടന്നതൊരു കൊടിയ അപരാധമാണെന്നും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണെന്നും തോന്നാത്തിടത്താണ് നമ്മുടെ പ്രശ്നം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടെന്നുള്ളത് അവരെ അറിയിക്കാത്തിടത്താണ് പ്രശ്നം. അവരെയും നമ്മൾ യഥാർത്ഥത്തിൽ നരാധമന്മാരുടെ കൂട്ടത്തിൽ, നമ്മൾ ഈ 64 പേരെ നരാധമൻ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലാത്ത, ഇതിനു നേരെ
നിശബ്ദമായി കണ്ണടച്ചവർ. ഒരു നഗരത്തിൽ അനീതി ഉണ്ടായാൽ വൈകുന്നേരത്തിനകം അവിടെ കലാപം ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് കത്തിയമരുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിശബ്ദരാക്കപ്പെട്ടവർ, മനഃപൂർവ്വമോ അല്ലാതെയോ നിശബ്ദരാക്കപ്പെട്ടവർ കൂടി ചേർന്ന നരാധമന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു വലിയ വശം കൂടി ഇതിനുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെയും യഥാർത്ഥത്തിൽ അവർ കൂട്ടുപ്രതികളല്ലേ. നിങ്ങളറിഞ്ഞു പോക്സോയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണല്ലോ. നിങ്ങൾക്ക് ആ സംഭവം അറിഞ്ഞിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങൾ കൂട്ടുപ്രതിയാണ്. യഥാർത്ഥ പ്രതിയുടെ അത്രയും കുറ്റം ചെയ്ത ആളാണ് നിങ്ങൾ. അതിലേക്കും കൂടി നമ്മൾ എത്തേണ്ടതുണ്ട് എന്നുള്ളിടത്താണ് ഈ പ്രശ്നത്തിൻ്റെ തീവ്രത, ഗുരുതരാവസ്ഥ നിലനിൽക്കുന്നത്.